ചരിത്രം പറഞ്ഞ യൂറോപ്പ് എന്തൊരനുഭവമാണത്. പുതിയത്, പഴയത്, പ്രകൃതിയിലുള്ളത്, മനുഷ്യനുണ്ടാക്കിയത് എല്ലാം കാഴ്ചകളാണ്. 2014 ഞങ്ങളുടെ യൂറോപ്യൻ യാത്ര. സോമൻസ് ലിഷർ ടൂർസിൻ്റേതായിരുന്നു പാക്കേജ്. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, വത്തിക്കാൻ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലായി 14 ദിവസം. 1.5 ലക്ഷം രൂപയായിരുന്നു ഒരാൾക്ക് ചെലവ്. ട്രാവൽസിൻ്റെ ഉടമ സോമൻ തന്നെയായിരുന്നു ഗൈഡായി ഞങ്ങളോടൊപ്പം. വായിച്ചറിഞ്ഞ ചരിത്രത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. യൂറോപ്പിന് മൊത്തമായി ഒരു പൊതു സംസ്കാരമുണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു രാജ്യത്തിൻ്റെ അതിർത്തി വിടുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. അതേസമയം ഫ്രഞ്ചുകാർക്ക് അവരുടേതായ ചില വ്യത്യാസങ്ങളുണ്ടെന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. അവർ അത്ര തുറന്ന് സംസാരിക്കുന്നവരല്ല. മറ്റുള്ളവരെ വീട്ടിലേക്ക് അധികം വിളിക്കുക പോലുമില്ലെന്നാണ് പറയുന്നത്. ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, വത്തിക്കാൻ എന്നീ രാജ്യങ്ങളിലൂടെ ബസ്സിലായിരുന്നു യാത്ര. 8 ദിവസം നീണ്ട ആ റോഡ് യാത്ര ഒന്നുകൂടി പോയാലും എനിക്ക് ആസ്വദിക്കാനാകും. ലണ്ടനിലെ തേംസ് നദി കാണണമെന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. 1 മണിക്കൂറോളം നദിയിൽ ബോട്ട് യാത്ര നടത്തി. നദിക്കരയിലൊരു ജയന്റ് വീലുമുണ്ട്, ലണ്ടൻ ഐ. അതിൽ കയറിയാൽ നഗരത്തിലെ കാഴ്ചകൾ കാണാം. വളരെ പതുക്കെയാണ് വീൽ കറങ്ങുന്നത്. ഇംഗ്ലണ്ടിലെ മറ്റൊരു കാഴ്ച ബക്കിംഗ്ഹാം പാലസാണ്. രാജ്ഞിയുടെ സുരക്ഷാഭടന്മാരുടെ ഒരു ബാച്ചിൻ്റെ സമയം കഴിയുമ്പോൾ ജോലി മറ്റൊരു സംഘത്തിന് കൈമാറുന്ന ചേഞ്ചിങ് ഓഫ് ദ ഗാർഡ് ചടങ്ങും കണ്ടു. എന്തൊക്കെയായാലും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. പാലസിൻ്റെ പരിസരത്ത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ സുരക്ഷാ സംവിധാനമൊന്നും കാണുന്നില്ല. ഇറ്റലിയിലെ കാഴ്ചകൾ റോമിലെ കൊളോസിയത്തോടെയാണ് തുടങ്ങിയത്. സ്കൂളിൽ പഠിച്ചപ്പോൾ മനസ്സിൽ പതിഞ്ഞ മറ്റൊരു ചരിത്ര സ്മാരകമായിരുന്നു അത്. സത്യത്തിൽ കാഴ്ചകളിൽ അധികവും ചരിത്ര സ്മാരകങ്ങളാണല്ലോ. വെനീസിൽ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മളിനി ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് എന്നൊന്നും വിളിക്കരുതെന്ന്. കാരണം വെനീസിനെ അവരെങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും ആലപ്പുഴയെ നമ്മൾ എങ്ങനെ നശിപ്പിച്ചുവെന്നും നമുക്ക് മനസ്സിലാകും. കനാലുകളാണ് വെനീസിൽ നിറയെ. ഇവയുടെ കരയിൽ കച്ചവടം, ആളുതുഴയുന്ന തോണികൾ. വെനീസിലെ ജലപാതകളെന്നാൽ സൗന്ദര്യവും സൗകര്യവുമാണ്. വത്തിക്കാനിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു ഭാഗ്യമുണ്ടായി. സ്ഥാനമൊഴിഞ്ഞ മാർപ്പാപ്പ ബെനഡിക്റ്റ് അന്ന് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2000 പേരെങ്കിലും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. യൂറോപ്പിലെ പള്ളികളാണ് ഏറ്റവും മനോഹരമായ കാഴ്ചയെന്ന് തോന്നിയിട്ടുണ്ട്. എന്തൊരു നിശബ്ദതയാണ്. എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാമെന്നു തോന്നും. പിന്നെയും നമ്മുടെ ആളുകളാണ് അവിടെ ബഹളമുണ്ടാക്കുന്നത്. പാദുവയിൽ സെൻറ്റ് ആൻ്റണീസ് ബസിലിക്കയിൽ ഞങ്ങൾ പോയി. അവിടെ നിന്ന് കിട്ടിയ റോസാപ്പൂ മോഹന അലമാരയിൽ സൂക്ഷിച്ചിരുന്നു. ജർമ്മനിയെക്കുറിച്ച് നമ്മൾ പണ്ട് മുതലേ വായിക്കുന്നതും പഠിക്കുന്നതുമാണല്ലോ. ഹിറ്റ്ലർ, നാസി, ലോകമഹായുദ്ധങ്ങൾ, അങ്ങനെ. ബെർലിനും അവിടുത്തെ ചരിത്ര പ്രാധാന്യമുള്ള മതിലും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും അത് നടന്നില്ല. മ്യൂണിക്കിലെ ഒളിമ്പിക് സ്റ്റേഡിയം കണ്ടു. പിന്നെ പോയത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന മലനിരകളിലേക്കാണ്. കാടും പുഴയുമെല്ലാമുള്ള സ്ഥലം. ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റിന് സമീപം കേരള ഭക്ഷണം കിട്ടുമെന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. സൈക്കിളിലാണ് അവർ അത് എത്തിക്കുന്നത്. ബോണ്ടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിക്കഴിച്ചു. സ്വിറ്റ്സർലാൻഡ് എല്ലാവരുടെയും ഒരു സ്വപ്നഭൂമിയാണല്ലോ. പലരും അവിടെ സെറ്റിലാകണമെന്ന ആഗ്രഹമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ അവിടെ ഏറ്റവും ആകർഷിച്ചത് വൃത്തിയാണ്. മലിനീകരണം പൂർണ്ണമായും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രകൃതി തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച. ആൽപ്സ് പർവ്വതനിരകൾ, മഞ്ഞു മൂടിയ മൊട്ടക്കുന്നുകൾ, ഫാമുകൾ. വലിയ കെട്ടിടങ്ങൾ അധികം കാണാനില്ല. അവിടുത്തെ കടകൾക്കൊന്നും ഷട്ടറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. യൂറോപ്പിൽ മറ്റു ചില സ്ഥലങ്ങളിലും ഞാനത് ശ്രദ്ധിച്ചു. പിന്നെ വീടുകൾക്കെല്ലാം ഉയരമുള്ള ചിമ്മിനി കാണാം. ഫാം ഹൗസുകളും അതിനോട് ചേർന്ന് കന്നുകാലികൾക്കായുള്ള വൈക്കോൽ കൂനകളും സാധാരണമാണ്. യൂറോപ്പിൽ പൊതുവെ വീടുകൾക്കു വേണ്ടി അധികം പണം അവർ ചെലവഴിക്കാറില്ല എന്ന് തോന്നി. കാറുകൾക്കായി പ്രത്യേകം ഷെഡ് പണിയുന്ന രീതിയും ഇല്ലെന്ന് തോന്നുന്നു. സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് കൗതുകം തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. പാട്ടും പാടിയുള്ള ഭിക്ഷാടനം.
ആദ്യം ഞാൻ വിചാരിച്ചത് എന്തോ ഒരു പൊതുപരിപാടിയാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് അവരെ യാചകർ എന്ന് വിളിക്കാനാകുമോ എന്നുറപ്പില്ല. എന്തായാലും ആളുകൾ ചെറിയ സംഭാവനകൾ അവർക്ക് നൽകുന്നുണ്ട്. യൂറോപ്പിൻ്റെ എല്ലായിടത്തും ഇങ്ങനെയുണ്ടെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. 5 വർഷങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയയിൽ പോയപ്പോഴും ഇതേ കാഴ്ച കണ്ടു. പാരീസ് ആണ് എടുത്തു പറയേണ്ട മറ്റൊരു നഗരം. എപ്പോഴും ഒരു ആഘോഷത്തിലാണ് അതെന്ന് നമുക്ക് തോന്നും. കുട്ടിക്കാലത്ത് കൊച്ചിയിലെ സീലോഡ് ഹോട്ടലിൽ കാണാൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്ത ക്യാബറ ഡാൻസ് ഇവിടെ വെച്ച് കണ്ടു. ലീഡോ ഷോയിൽ ഡാൻസ് എന്നതിലുപരി ലൈറ്റിങ്ങിൻ്റെ സാധ്യത ഉപയോഗിച്ചുള്ള ഒരു കലാരൂപമായാണ് എനിക്ക് തോന്നിയത്. പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടിയും നൃത്തം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്കതൊന്നും തിരിച്ചറിയാനാകില്ല. പാരീസ് നഗരത്തിൽ ചപ്പുചവറുകൾ നീക്കാൻ പ്രത്യേകമായി ഡിസൈൻ ചെയ്ത വാഹനമുണ്ട്. ഞാനിത് ആദ്യമായി കാണുകയായിരുന്നു. അതുപോലെ യന്ത്രം ഉപയോഗിച്ച് മരച്ചിലകൾ വെട്ടുന്നതും കണ്ടു. മൈക്കൽ ആഞ്ചലോയുടെ വീട്, ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ വീട്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കത്തിൽ പ്രതിഷേധക്കാർ കൂട്ടം കൂടിയ സ്ഥലം എന്നിവയെല്ലാം ഫ്രാൻസിലെ കാഴ്ചകളായിരുന്നു. യൂറോപ്പിൽ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധമുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അവർ റോഡുകൾ പണിയുമ്പോൾ മലകൾ ഇടിക്കാറില്ല, പകരം ടണലുകളാണ് പണിയുന്നത്. യൂറോപ്പിലൂടെയുള്ള ബസ് യാത്രയിൽ നമ്മൾ ഒരുപാട് ടണലുകളിലൂടെ കടന്നു പോകും. ഈ ടണലുകളുടെ മുകളിൽ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഒക്കെയുണ്ട്. ലണ്ടനിൽ നിന്ന് പാരീസിലേക്കുള്ള യൂറോസ്റ്റാർ അതിവേഗ ട്രെയിൻ സർവീസാണ് മറ്റൊരു അത്ഭുതം. 500 കിലോമീറ്ററോളം ദൂരം 2.25 മണിക്കൂറിനുള്ളിലെത്തും. നമ്മൾ അതിൽ യാത്ര ചെയ്യുമ്പോൾ പറക്കുന്നതായാണ് തോന്നുന്നത്. യൂറോപ്പിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പൊതുപരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടു. നടി മുത്തുമണിയാണ് ഞങ്ങളെ ക്ഷണിച്ചത്. എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ വെച്ചായിരുന്നു അത്. എൻ്റെ പേരക്കുട്ടിയും പങ്കെടുത്ത പരിപാടിയായിരുന്നു. പിന്നീട് തേവക്കൽ വിദ്യോദയം സ്കൂളിലും തിരുവനന്തപുരം നവജീവൻ ബദനി പബ്ലിക് സ്കൂളിലും ആനിവേഴ്സറി ഉദ്ഘാടനത്തിന് ക്ഷണിക്കപ്പെട്ടു. എനിക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ലോകസഞ്ചാരികളുണ്ട്. അവധിക്കാലം ആഘോഷിക്കാൻ മാത്രമായി യൂറോപ്പിലേക്ക് പോകുന്നവരുമുണ്ട്. അവർ ഞാൻ കണ്ടതിലും അധികം കണ്ടിട്ടുണ്ട്, അറിഞ്ഞതിലും കൂടുതൽ അറിഞ്ഞിട്ടുണ്ട്. ചിലർ ആ രാജ്യങ്ങളിൽ താമസമാക്കിയിട്ടുണ്ട്. അവർക്ക് ഇവയെക്കുറിച്ച് എന്നേക്കാളധികം പറയാനും കഴിയും. ഞാൻ ഇവിടെ എഴുതുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയ ചില കാഴ്ചകളെക്കുറിച്ചാണ്. ഇതിലും നല്ല കാഴ്ചകൾ അവിടെ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. കണ്ടതിനെക്കുറിച്ചുള്ള സന്തോഷമാണ് എൻ്റെ ഉള്ളിൽ നിറയെ. അതിനാൽ കാണാത്തതിനെക്കുറിച്ച് എനിക്ക് പരാതിയില്ല. എവിടെയോ വായിച്ചതുപോലെ കിട്ടാത്തതിനെക്കുറിച്ച് പരാതിപ്പെട്ട് നമ്മൾ സമയം കളയരുത്. എനിക്കാണെങ്കിൽ ഇനി കളയാൻ അധികം സമയവുമില്ലല്ലോ.